മറ്റുള്ളവരെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മനുഷ്യൻ പലപ്പോഴും തന്നിൽ നിന്ന് തന്നെ അകന്നു പോകുന്നു. എല്ലാവരെയും കൂടെ നിർത്താനുള്ള ശ്രമത്തിൽ അവൻ സ്വന്തം സമാധാനം നശിപ്പിക്കുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം സത്യം നഷ്ടപ്പെടുത്തുന്നു. ഒടുവിൽ തളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അവൻ സ്വയം തിരയാൻ തുടങ്ങുന്നു. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ എവിടെയാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിശബ്ദമായി എല്ലാവരെയും വിട്ടൊഴിയുക. എല്ലാവരെയും ചുമക്കുക എന്നത് നിന്റെ കടമയല്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം നീ നിന്നിലേക്ക് മടങ്ങി തുടങ്ങുന്നു. ചില മനുഷ്യർ നിന്റെ ഉള്ളിലെ വിളക്ക് തെളിക്കുമ്പോൾ മറ്റു ചിലർ ആ പ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. നിന്റെ ഊർജം ചോർത്തുന്നവരിൽ നിന്ന് അകലം പാലിക്കുന്നത് ആത്മാഭിമാനമാണ്. നിന്നിലെ സന്തോഷത്തെ ഉണർത്തുന്നവരിലേക്ക് മാത്രം നിന്റെ ഹൃദയം തുറക്കുക. നിന്നെ തെറ്റായി വിധിക്കുന്ന ലോകത്തിന് വിശദീകരണങ്ങൾ നൽകി ജീവിതം പാഴാക്കരുത്. കാലത്തേക്കാൾ വലിയൊരു നീതിപീഠമില്ല. നിന്റെ വാക്കുകളല്ല, മറിച്ച് നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന മനോഹരമായ മാറ്റമാണ് നിന്നെ പരിഹസിച്ചവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി. എല്ലാ ബന്ധങ്ങളും ആയുഷ്കാലം കൊണ്ട് നടക്കേണ്ട ബാധ്യതകളല്ല. ചിലത് വെറും ശീലങ്ങളും ചിലത് ഭയവുമാണ്. നിന്റെ ആത്മാവിനെ മുറിപ്പെടുത്തുന്ന ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നത് തന്നെയാണ് ബുദ്ധി. ഏകാന്തതയെ പുണരുക. ഒറ്റയ്ക്കാകുന്നതൊരു ശാപമല്ല, അതൊരു അവസരമാണ്. ആൾക്കൂട്ടത്തിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വേഷങ്ങൾ കെട്ടുമ്പോൾ ഏകാന്തതയിൽ നീ നിന്റെ യഥാർത്ഥ ഭാവം കണ്ടെത്തുന്നു. ബഹുമാനമില്ലാത്ത ഇടത്തുനിന്ന് പുഞ്ചിരിയോടെ ഇറങ്ങിപ്പോകാൻ പഠിക്കുക. അവിടെ സ്നേഹം യാചിക്കാതെ അന്തസ്സോടെ നിന്റെ യാത്ര തുടരുക. നിന്റെ മൂല്യം നിനക്കുള്ളതാണ്. സ്വന്തം വിലയറിയാത്തവരോട് നിന്റെ മൂല്യം ചോദിച്ചത് നീ ചെയ്ത വലിയ തെറ്റായിരിക്കാം. മറ്റുള്ളവരുടെ സമ്മതത്തിനായി കാത്തു നിൽക്കാതെ നിന്റെ അതിരുകൾ നീ തന്നെ നിശ്ചയിക്കുക. നിന്നെ സ്വതന്ത്രനായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിന്റെ യഥാർത്ഥ കൂട്ട്. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാറാൻ വിസമ്മതിക്കുമ്പോൾ അകന്നുപോകുന്നവർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടവരല്ല. വേദന പലപ്പോഴും ഒരു ഉണർവാണ്. ചില വാതിലുകൾ അടഞ്ഞതും ചിലർ ജീവിതത്തിൽ നിന്ന് പോയതും നിനക്ക് നിന്നിലേക്ക് എത്താനുള്ള വഴി തുറക്കുകയായിരുന്നു. കഴിഞ്ഞുപോയ കാലത്തിന്റെ കയ്പുള്ള ഓർമ്മകളെയും നിന്നെ പിന്നോട്ട് വലിക്കുന്ന ശീലങ്ങളെയും മനസ്സിന്റെ മലിനതകളായി കണ്ട് കഴുകിക്കളയുക. തുടക്കത്തിൽ ഈ വഴിയിൽ തളർച്ച അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഓരോ ദിവസവും നീ നിനക്കായി എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ നിന്നെ കൂടുതൽ ശക്തനാക്കും. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ദാഹിക്കാതെ സ്വന്തം മനസ്സിന്റെ കരുത്തിൽ നീ ജീവിക്കാൻ തുടങ്ങുന്ന നിമിഷം നിന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയായി.